മനുഷ്യൻ്റെ ഉദരവും ആമാശയവും കുടലും ഓർമ്മശക്തിയും പഠനശേഷിയുമായിട്ട് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് എന്നാണ് ചില ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇത് സംബന്ധിച്ച് വലിയ വിപ്ലവകരമായ ചില കണ്ടെത്തലുകളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നടന്ന പഠനമാണ് ഇത് സംബന്ധിച്ച പുതിയ ചില കണ്ടെത്തലുകളിൽ ചെന്നെത്തി നിൽക്കുന്നത്. ഞാൻ ആ റിപ്പോർട്ട് വിശദമായിട്ട് വായിക്കാം. ആമാശയത്തിലെ ബാക്ടീരിയകളുടെ പ്രവർത്തനം നമ്മുടെ ഓർമ്മശക്തിയെ നിയന്ത്രിക്കാൻ അതിന് ശക്തിയുണ്ട്, കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ഉദരത്തിലും ചെറുകുടലിലുമുള്ള ചില അണുക്കൾ, ചില ബാക്ടീരിയകൾ മനുഷ്യൻ്റെ തലച്ചോറിനെ സ്വാധീനിച്ച് അവൻ്റെ ഓർമ്മശക്തിയെയും പഠനശേഷിയെയും നിയന്ത്രിക്കുന്നു എന്നാണ് ഈ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നടന്ന പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ഗവേഷകർ പറയുന്നത്. എന്തായാലും ഈ ആമാശയത്തിൻ്റെ ആരോഗ്യം നശിക്കുന്നതിലൂടെ, ചെറുകുടലിന് ശക്തി കുറയുന്നതിലൂടെ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം നാമാവിശേഷമായാൽ നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ പഠനശേഷി, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് ഇതൊക്കെ വലിയ രീതിയിൽ നഷ്ടപ്പെടും എന്നാണിപ്പോൾ ശാസ്ത്രലോകം പറയുന്നത്. ഇത് സംബന്ധിച്ച് ഒരു പഠനം, അതായത് BMC ബയോളജിയുടെ ഏറ്റവും പുതിയ ലക്കത്തിൽ, BMC ബയോളജി എന്ന ഒരു മെഡിക്കൽ ജേണലുണ്ട്. ഈ മെഡിക്കൽ ജേണലിൻ്റെ ആരോഗ്യ മാസികയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിരിക്കുന്നത്. അതായത് ദീർഘകാല ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, തെറ്റായ ഭക്ഷണക്രമം, ഇത് കുടലിലെ സൂക്ഷ്മാണുക്കളുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും. ആ മാറ്റങ്ങൾ ശരീരത്തിൽ ചില വീക്കങ്ങൾ സൃഷ്ടിക്കും. ആ വീക്കങ്ങൾ നമ്മുടെ നാഡീഞരമ്പുകളെ ബാധിച്ച് നാഡീഞരമ്പുകളുടെ ശേഷി കുറച്ച് നേരെ അത് തലച്ചോറിലേക്ക് ആ ഒരു മന്ദത അല്ലെങ്കിൽ ആ ബാധ ചെല്ലും. അങ്ങനെ അത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഓർമ്മ രൂപപ്പെടുത്തുന്ന കോശങ്ങളെ. അതിന് ഈ നാഡീ വ്യൂഹങ്ങളെ ബാധിക്കുന്ന ഈ ദോഷം തലച്ചോറിലെ ഓർമ്മ രൂപപ്പെടുത്തുന്ന കോശങ്ങളെ ബാധിക്കുകയും അങ്ങനെ നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടുകയും പഠനശേഷി ഇല്ലാതാകുകയും ചെയ്യും. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെയും ജർമ്മൻ അക്കാദമിക് എക്സ്ചേഞ്ച് സർവീസിൻ്റെയും സഹകരണത്തോടെയാണ് ഈ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ഈ ഗവേഷണം നടന്നത്. അതായത് ആ സർവകലാശാലയിലെ സെൻറ്റർ ഫോർ ന്യൂറോ സയൻസ്, അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത്, ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വകുപ്പുകളുടെ മേധാവി ഡോക്ടർ PS ബേബി ചക്രപാണിയുടെ നേതൃത്വത്തിലായിരുന്നു ഗവേഷണം. അദ്ദേഹത്തിൻ്റെ കീഴിൽ ജർമ്മനിയിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രൗൺ ഷ്വൈഗിലെയും ഹെൽം ഹോൾട്ട് സെൻറ്റർ ഫോർ ഇൻഫെക്ഷൻ റിസർച്ചിലെയും പ്രൊഫസർ മാർട്ടിൻ കോർട്ടെ അദ്ദേഹവും പിന്നെ ഡോക്ടർ ചക്രപാണിയുടെ കീഴിൽ തന്നെ ഗവേഷണം നടത്തുന്ന PhD ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷ്ണപ്രിയയുടെയും ഒക്കെ ചേർന്നുള്ള ഗവേഷണത്തിലാണ് ഈ വിവരം അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കുടലിലുണ്ടാകുന്ന അസന്തുലിതാവസ്ഥ നാഡീവീക്കത്തിന് കാരണമാകുന്നു എന്ന പഠനമാണ് അവരെ ഈ തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളിലേക്ക് എത്തിച്ചത്. എന്തായാലും ഈ തലച്ചോറിലെ മാലിന്യങ്ങൾ നീക്കുകയും ദുർബലമായ നാഡീസന്ധികളെ മാറ്റി തലച്ചോറിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന മൈക്രോഗ്ലിയ എന്ന പ്രതിരോധ കോശങ്ങൾ ഉണ്ടത്രേ തലച്ചോറിൽ. അതിൻ്റെ പ്രവർത്തനത്തെ ഇത് ബാധിക്കും. അതായത് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ അമിതമായിട്ട് ഉപയോഗിക്കുക, തെറ്റായ ഭക്ഷണക്രമം. നമുക്കറിയാം നമ്മുടെ ഭക്ഷണക്രമമൊക്കെ ഇന്ന് വലിയ അപകടമാണ്. നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ഋതുഘടനയ്ക്കും അനുയോജ്യമല്ലാത്ത ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകാത്ത ഭക്ഷണം,
ഇതൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കുകയാണ്. വിദേശത്തുനിന്ന് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഭക്ഷിക്കുന്നുണ്ട്. ഇത് ഈ ആമാശയത്തിലെയും ഉദരത്തിലെയും ബാക്ടീരിയകളെ, നമ്മുടെ ചെറുകുടലിലേക്ക് ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുമ്പോൾ നാഡീവ്യൂഹങ്ങളിൽ വീക്കമുണ്ടാകുന്നു. ആ വീക്കമാണ് ഈ തലച്ചോറിലെ മൈക്രോഗ്ലിയ എന്ന പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ നശിപ്പിക്കുന്നത്. ഇതിലൂടെ ഓർമ്മശക്തിക്ക് അത്യന്താപേക്ഷിതമായ ആരോഗ്യമുള്ള നാഡീബന്ധങ്ങളെ കൂടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്തവയെ മാത്രം നീക്കുക എന്നതാണ് ശരിയായി ചെയ്യേണ്ടത്. എന്നാൽ ഓർമ്മകൾ സൂക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന നാഡീബന്ധങ്ങളെയും ഇവ നശിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് പഠനശേഷിയും ഓർമ്മശക്തിയും സാരമായി ബാധിക്കുന്നു. പ്രൊഫസർ മാർട്ടിൻ കോർട്ടെ വിശദീകരിക്കുന്നു. അമിതമായ ആൻറ്റിബയോട്ടിക് ഉപയോഗം, അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങൾ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് ഇത് കുടലിലെ സൂക്ഷ്മാണുക്കളുടെ വൈവിധ്യത്തെ ബാധിക്കുന്നു. അങ്ങനെ അവ ഈ സൂക്ഷ്മാണുക്കളുടെ വൈവിധ്യത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ഗട്ട് ഡിസ്ബയോസിസിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ഉദരത്തിൽ നടക്കുന്ന നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. അത്തരത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ കുടലും തലച്ചോറും തമ്മിലുള്ള ബന്ധം അതിന് ഇടിവുണ്ടാകുന്നു, അതിന് നാശമുണ്ടാകുന്നു. ഈ നമ്മുടെ ചെറുകുടലും തലച്ചോറുമായിട്ട് വളരെയധികം ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. എന്തായാലും ഈ സങ്കീർണമായ ബന്ധം കണ്ടെത്തുന്നതിലൂടെ ശാസ്ത്രലോകം വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. തലച്ചോറിനെ സംബന്ധിക്കുന്ന, നാഡീവ്യൂഹങ്ങളെ സംബന്ധിക്കുന്ന നിരവധി രോഗങ്ങളെക്കുറിച്ച് ഇനി മുതൽ കൃത്യമായി കണ്ടെത്താനും അതിന് ചികിത്സ നിശ്ചയിക്കാനും ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിയും എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഡോക്ടർ ബേബി ചക്രവാണിയുടെ കീഴിൽ പ്രൊഫസർ മാർട്ടിൻ കോർട്ടെയും കൃഷ്ണപ്രിയയെയും നടത്തിയ പഠനങ്ങളിലൂടെ, ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ ഈ നിർണായക വിവരം ഒരു പക്ഷേ നോബൽ സമ്മാനത്തിന് പോലും അർഹമായി തീരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നമുക്കൊരു കാര്യം നമ്മൾ മറന്നുകൂടാ. നമ്മൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിലെ ആയുർവേദം, നമ്മുടെ പാരമ്പര്യ ചികിത്സാ രീതി, നമ്മുടെ സിദ്ധവൈദ്യം ഒക്കെ പറയുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് എല്ലാ രോഗങ്ങളുടെയും ഉറവിടം. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ശരിയല്ലെങ്കിൽ അത് ആമാശയത്തെയും ഉദരത്തെയും ചെറുകുടലിനെയും ഒക്കെ നശിപ്പിച്ച് അതിലൂടെ ആദ്യം നമുക്ക് രോഗമുണ്ടാകുന്നത്, നമ്മുടെ മനോനില തെറ്റിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ആമാശയത്തിന്, ഉദരത്തിന് എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ആദ്യം അനുഭവപ്പെടുക തലച്ചോറിലാണ് എന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ കണ്ടെത്തിയിരുന്നു. ഇന്ന് അവർ എത്ര സൂക്ഷ്മമായിട്ടാണ് അത് അപഗ്രഥിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് രേഖപ്പെടുത്തിയതെന്ന് നമുക്കറിയില്ല. ചരകനെയും സുശ്രുതനെയും പോലെയുള്ളവർ, വാഗ്ഭടനെ പോലെയുള്ളവർ വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയ ചർച്ചയ്ക്ക് വിധേയമാകട്ടെ. ആയുർവേദത്തിലെയും അലോപ്പതിയിലെയും സിദ്ധവൈദ്യത്തിലെയും ഇനി ഹോമിയോപ്പതിയിലെയും ഒക്കെ ഡോക്ടർമാരും പണ്ഡിതന്മാരും ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യട്ടെ. ഇത് ആധുനിക ലോകത്തിനൊരു മുതൽക്കൂട്ടായി മാറട്ടെ ഈ അറിവ്. അങ്ങനെ ഇന്ന് മനുഷ്യരാശിയെ ബാധിച്ചിരിക്കുന്ന, പ്രത്യേകിച്ചും ഈ ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് സംഭവിക്കുന്ന, തലച്ചോറിലെ കുഴപ്പങ്ങൾ കൊണ്ട് ഓർമ്മ നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയെ, അൾഷിമേഴ്സ് പോലെയുള്ളത്, അതിനൊക്കെ കൃത്യമായ ഔഷധം കണ്ടെത്തി അത് പ്രയോഗിച്ച് ഈ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഗവേഷണം, പഠനം ഒക്കെ ഇതിന്മേൽ നടക്കട്ടെ. അതിന് നമ്മുടെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് സാങ്കേതിക വിദഗ്ധരും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി കൂടുതൽ പരീക്ഷണ നിരീക്ഷണങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് വരട്ടെ. അത് ആധുനിക മനുഷ്യ രാശിക്ക് ഒരു വലിയ നേട്ടമായി മാറട്ടെ എന്നാണ് ഈ പഠനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്.